അപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗോട് തന്നെ യുമയിലെത്തി. ഇപ്പോൾ നമ്മൾ ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അറൗണ്ട് 2 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ലോഡ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പം ലൗസിലൊക്കെ നമ്മൾ ഫ്രഷായി കുളിച്ചു എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പം ഈ ലോഡ് കിട്ടിയിട്ട് വേണം കാനഡയ്ക്ക് പോകാൻ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ലോഡ് കിട്ടി. പ്രാവശ്യവും മിക്സ് വെജിറ്റബിൾസ് ആണ് കൂടുതലും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം വെയിറ്റ് ചെയ്യിക്കുക പോലെ വൺസ് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്കറിയാമല്ലോ, ഓൾമോസ്റ്റ് നമുക്ക് വെയിറ്റ് അറിയാം. എന്നാലും ഒന്നുകൂടി മേക്ക് ഷുവർ ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു റെസിപ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രൂഫ് വേണമല്ലോ. അപ്പോൾ വഴി വെച്ച് എംറ്റി വല്ല പിടിക്കുവാണെങ്കിൽ നമുക്ക് കാണിക്കാനായിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ടെക്സാസിലെ അമർലോ എന്ന സ്ഥലത്താണ്. റഫറിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയത്. പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചർ തന്നെ കൊണ്ടുപോകണം. അവിടം വരെ എല്ലാ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സാധനം കേടായി പോകും. നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ്. ഓക്കെ, ബാക്കി യാത്ര തുടങ്ങും. എൻ്റെ പൊന്ന സഹോദര കൊണ്ട് കുത്തി കയറ്റരുത്. ഇതിൻ്റെ ഇടയ്ക്കോട്ട് ചവിട്ടി കിട്ടത്തില്ല. വെളുമുത്തി
വാഷിംഗ്ടൺ സ്ട്രീറ്റ്. ഞങ്ങയുടെ മന ഞങ്ങ അങ്ങനെ കണ്ടോണ്ട് കുത്തി കയറണം. ഭയങ്കര അത്യാവശ്യക്കാരനാണ് കേട്ടോ. തരി അവനൊരു മിനിറ്റ് വന്നിട്ട് നിൽക്കാൻ വയ്യ അവന്. കുരിശാണ്, മുട്ടാണ് കുരിശ്. ഇഷ്ടം പോലെ വിൻഡ് മില്ലും ഉണ്ട്. പോകുന്ന വഴിക്കല്ല. നമ്മളപ്പം നേരെ ബോർഡർ ലക്ഷ്യമായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് ഒരു 156 കിലോമീറ്ററോടെ ഉണ്ടെങ്കിൽ ബിസ്ട്രോ സ്ലീപ്പറിലായിരുന്നു. ഇപ്പോഴാണ് ഇറങ്ങിയത്. ഞാൻ രാവിലെ 5 മണിയാകുമ്പോഴത്തേക്ക് തുടങ്ങി. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു. എങ്ങനെയൊന്ന് ഓടി വീടെത്തണം. ശരിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം, വെള്ളിയാഴ്ച ഇന്നലെ നൈറ്റ് എത്തേണ്ടതാണ്. നമ്മൾ കുറച്ച് ലേറ്റായി. നമ്മളൊരു സാറ്റർഡേ കിട്ടുന്ന സാറ്റർഡേ അല്ല, സാറ്റർഡേ 5 മണി 5:30 ഇങ്ങനെ ആവും മിനിമം. നമ്മൾ യാർഡിൽ എത്തുമ്പോഴത്തേക്ക് അതിനേറ്റോടെ വീട്ടിൽ പോയി ഒരു ദിവസം കൂടെ പോയി. നമ്മളിപ്പോൾ ഇപ്പോൾ അടുത്തത് ലൗസിലാണ്. അപ്പോൾ അവിടെ നിന്ന് ലാസ്റ്റ് ഓൾമോസ്റ്റ് ബോർഡിൽ എത്തുന്ന മുമ്പ് ലൗസ് ഉണ്ട്, ക്യാപ്പക്കലാണ്. അവിടെ നിന്ന് വേണം വണ്ടി ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ഇനി പോകാൻ. നേരെ വീട്ടിലോട്ട് പോകാം. ബോർഡർ ലക്ഷ്യങ്ങൾ പോകാൻ ഒരു താല്പര്യമില്ല. അപ്പം ബോർഡർ ക്രോസ് ചെയ്തു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വലിയ ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പം നേരെ യാർഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 264 കിലോമീറ്ററാണ്. അപ്പോൾ ഏകദേശം ഒരു 5:45-6 മണിയാകുമ്പോഴത്തേക്ക് എത്തും. At the
end of the street, be in either of the two right lanes, then turn right. Turn right at the traffic light. അപ്പോൾ നമ്മൾ സേഫായിട്ട് ഇവിടെ യാർഡിലെത്തി. ട്രെയിലർ അൺഹുക്ക് ചെയ്തു. ഇനി നമ്മുടെ വണ്ടിക്കകത്ത് സാധനങ്ങളൊക്കെ ഇറക്കണം. One time like this, make it pop like